മുകേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പ്രിയദർശനാഥിന്റെ പടത്തിൽ തന്നെ ഒത്തില്ല എന്നുള്ള ഡയലോഗ് അത് അദ്ദേഹം കണ്ടുപിടിച്ചു വന്നാണ്. പ്രിയദർശൻ മാറ്റി വെച്ച് പറഞ്ഞു. അവിടെ ഒത്തിരി ഒമാരൊക്കെ ഉണ്ട്. ഇത് എനിക്ക് തന്നെ തന്നെ പറഞ്ഞൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അല്ലല്ല, അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ ഡയലോഗ്സ് മുകേഷിൻ്റെതായിട്ടുള്ള ഒത്തില്ല, പുല്ല്, അതൊക്കെ മുകേഷിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അമ്മിണിക്കുട്ടി ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അമ്മിണിക്കുട്ടി, KP അമ്മിണിക്കുട്ടി എന്നുള്ള പേരും എന്റെ കഥയിലെ നായികയുടെ പേര് വേറെയായിരുന്നു. അതില് രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതിൽ മുകേഷിന് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാർ എന്നാണ്, ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദ് എന്നാണ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 ഹീറോസിന്റെ പേരാണ് ഇതിൽ അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് വലിയ പേരുകൾ, വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത്. പക്ഷെ എന്റെ കഥാപാത്രത്തിന് ശ്രീനി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, വാസു. മലയാളത്തിന്റെ മണമുള്ള പേരാണ്. ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല. ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസുവാണ്. അതിൽ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല, ധാരാസിംഗ്, എന്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു, ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അത് ധാരാസിംഗിനെ പോലുള്ള ഒരാളെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്നാക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസൻ. നമ്മളെല്ലാവരും സിബിയൊക്കെ പറഞ്ഞു, എവിടുത്തെ ധാരാസിംഗിനെ കിട്ടും? അത് വേറെ കാര്യമുണ്ട്. ഈ ധാരാസിംഗ് ഞാൻ കേട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമേനെ ഇങ്ങനെ കാണിക്കുവാണല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുവാണല്ലോ. അതിൽ സിനിമയുടെ പറഞ്ഞിട്ട് പോലും ധാരാസിംഗ് ആദ്യം ഇടിയിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതുള്ള അല്ലല്ല, ആ കഥ അത് അങ്ങനെയല്ല, തോക്കാൻ റെഡിയല്ല നമ്മുടെ കഥയില്. അതെ, പിന്നെ ഡയലോഗ് കറക്റ്റ് ചെയ്തേണ്ടി വന്നു. സത്യമുള്ളതാണ് ഗുസ്തി എന്ന് പറഞ്ഞു. ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇതില് മുത്താരക്കുന്നിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട്. ഇതില് ദാരാസിംഗിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നു എങ്ങനെ ദാരാസിംഗുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഫോൺ ചെയ്യിച്ചു. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഫോൺ ചെയ്ത് ദാരാസിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിംഗ് സാബുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. വന്ന് കണ്ടോളൂ, കഥ പറഞ്ഞോളൂ എന്ന് സമ്മതിച്ചു. അടുത്ത ചോദ്യം, ആര് പോവും? ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. സിബി ഫുള്ളി ബിസിയാണ്. ശ്രീനിവാസൻ സീൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പക്ക ഓൺലൈനാണ്. അപ്പൊ ആര് പോകും? അപ്പൊ പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞു, നീ തന്നെ പോകണം. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ തനിച്ചോ. അന്ന് ഒരു ഷൂസ്ട്രിങ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ്. കാരണം ഇത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിബി അതിൽ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു. ആ വാക്ക് പാലിക്കുകയും ചെയ്തു. കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ്. ക്യാമറാമാൻ കുമാറിനെയും സിബിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അതിന്റെ ഒരു ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാരാസിംഗിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങ് പോയി അവിടെ ചെന്ന് സിംഗ് സാബിനെ കണ്ടു. അപ്പൊ ഇവിടുന്ന് പറഞ്ഞത്, അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ്. ഹിന്ദി സിനിമയിൽ മർദ്ദ പോലുള്ള സിനിമകളിലൊക്കെ ഗംഭീര വേഷം ചെയ്ത ആളാണ്. അപ്പൊ ഇവിടുന്ന് പറഞ്ഞു, 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റ് ചെയ്തിട്ട് വരണം. അപ്പൊ ഇവിടുന്നുള്ളവർ ഇവരെയൊക്കെ 10 ലക്ഷം ചോദിക്കും, 15 ലക്ഷം ചോദിക്കും. ഞാനവിടെ പോയി സിംഗ് സാബിൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു. കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. അവസാനം റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് റെമ്യൂണറേഷനായിട്ട് കണക്കാക്കരുത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ്. സാറ് വേറൊന്നും വിചാരിക്കരുത്, റെമ്യൂണറേഷൻ വിചാരിക്കരുത്. സാർ എന്നെ ഒന്നും ചെയ്യരുത് 10 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ 25,000 rupees തരാം. ഞങ്ങൾ വിശ്വസിക്കില്ല. 25,000 ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ശ്രീനിവാസൻ സിബി 25,000 ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞ അതൊന്നും അറിയരുത്. അദ്ദേഹം അതിന് സമ്മതിച്ചു. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. എന്റെ വാചകത്തിന്റെ മെഡിക്കലിനെക്കാളും അദ്ദേഹത്തിന്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല സിനിമയ്ക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ്. നമ്മൾ ദാരാസിംഗിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം, എത്ര മുട്ട അറേഞ്ച് ചെയ്യണം, എത്ര പാൽ അറേഞ്ച് ചെയ്യണം. സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഒരു ഫുഡിന് അത് അപ്പോൾ ഒരു വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളതിൽ കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. വേറെ ഒരു കണ്ടീഷൻസും ഇല്ല. നമ്മുടെ കൂടെ നമ്മളുടെ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിരിഞ്ഞത്.
അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഭാസി സാറിൻ്റെ സഹോദരനായ ചന്ദ്രാജി സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതാണ് മുത്താരംഗൻ പിയുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഈ ദിലീപ് കുമാറിൻ്റെയും ദേവാനന്ദിൻ്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും? ഈ നായകന്റെ പ്രേമത്തിനൊരു പുതുമ വേണം, എങ്കിലേ വർക്കാവും എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി, അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി. എന്നിട്ട് അമ്മിണിക്കുട്ടി കത്തെഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചു, ഓ അത് ശരി. അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു, ഈ ദിലീപ് കുമാർ തന്നെ എഴുതി, അതും മമ്മൂക്കയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്റർ കാണാൻ പോകുന്നു. അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്. അല്ല, ഇതില് നാന കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഈ രവിയുടെ യൗവനം ശ്രീജിത്ത് രവി തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിലൊരു നാന ഇങ്ങനെ തിരിച്ച് കാണിക്കുന്നതിൻ്റെ അകത്ത് മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ ഹെഡിങ് നടൻ അഹങ്കാരമോ. എന്നിട്ട് നമുക്കവിടെ ആദ്യം ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നാനയിലെ വാർത്ത എന്താണ്. ഓ, അതിനകത്ത് അത് തന്നെയാണോ പറഞ്ഞേക്കുന്നത്? 40 വർഷം മുമ്പുള്ള നാനയിലെങ്കിലും നല്ലത് കാണിക്കാൻ പാടില്ല അടുത്തൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നിനക്ക് എവിടെയാണ് ചോദിക്കുന്നത്? അത് കിട്ടിയത് നടൻ അഹങ്കാരമോ ആ ഒരു അന്നത്തെ കാലത്തെ പത്രസ്വഭാവവും മൊത്തത്തിലുള്ളൊരു സംഭവം വെച്ച് ചെയ്തു ഇപ്പൊ ഓൺലൈനിൽ നിങ്ങൾ ഇടാറുണ്ടല്ലോ. ഇവനൊക്കെ ഇവനാരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഇവന് ഈ അടുത്ത കാലം വരെ അതായിരുന്നില്ല ജോലി. ആസിഫ് അലി നമുക്ക് എല്ലാവർക്കും അറിയാം. ആസിഫ് അലിയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. ആസിഫ് അലിയുടെ ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ ആസിഫ് അലിയുടെ സെലക്ഷനെ കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ആയിരിക്കും പ്രേക്ഷകർ വരിക. ഇനി അടുത്ത ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രമാണ്. അതിലും ഭാഗ്യവശാൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതായത് ഞാൻ ശ്രീനിവാസൻ പറഞ്ഞാണ് ലൊക്കേഷൻ വന്നിട്ട് ഒരു സിഗരറ്റ് വലിച്ച് ലൊക്കേഷൻ വണ്ടിയുടെ പുക മൊത്തമായിട്ട് എടുത്താലാണ് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്ക്രിപ്റ്റ് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. അദ്ദേഹം ലൊക്കേഷൻ വന്നാണ് സ്ക്രിപ്റ്റ് എഴുതുള്ളൂ. അപ്പോൾ ഈ ലൊക്കേഷൻ എഴുതി സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് സാറിന് വന്ന് ഈ ഷോർട്ട് ഡിവിഷനൊക്കെ ചെയ്തിട്ട് എപ്പോഴാണ് അത് ഷൂട്ട് ചെയ്യാനുള്ള ടൈമിംഗ് എങ്ങനെയാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഈ ജനറേറ്ററിന്റെ രണ്ടുപേരും മറുപടി പറഞ്ഞിട്ട് എനിക്ക് പറയാനുണ്ട്. ഈ ജനറേറ്ററിന്റെ പുക കേട്ടിട്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് എഴുതുക എന്ന് പറയുന്നത് എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ തമാശയായിട്ട് പറയുന്നതാണ്. അത് ലോഹിയെക്കുറിച്ചും പറയാറുണ്ട്, ശ്രീനിയെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും മിക്കവാറും സിനിമകൾ ഷൂട്ടിൻ്റെ പാരലായിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ട് പോകാറുള്ളത്. പക്ഷെ കഥയുടെ ഒരു ധാരണയുള്ളതുകൊണ്ട്, ഒരു വൺ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഇന്ന് ഓരോ സീനിൻ്റെ കണ്ടന്റ് നമുക്കറിയാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്ന അവസാന നിമിഷത്തിലായിരിക്കും. പക്ഷെ അതങ്ങ് ചെയ്ത് ഞങ്ങൾക്കൊക്കെ ശീലമായി പോയി. ആ ഒരു പ്രഷറിൽ നിന്നുകൊണ്ടാണ് എല്ലാ സിനിമകളും അക്കാലത്ത് ചെയ്തു വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഭരതം ചെയ്തതും അങ്ങനെ തന്നെയാണ്. വല്ലാത്ത കഥയേ ഇല്ല, പാട്ടുകളൊക്കെ അപ്പം വരിക. അങ്ങനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ സിനിമയെന്ന് കൂടെ ആലോചിക്കണം. ഞാനങ്ങനെ 7 പടങ്ങളിൽ അസോസിയേറ്റും അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത ശേഷം ആദ്യ സിനിമ വരുമ്പോൾ തന്നെ മുഴുവൻ സ്ക്രിപ്റ്റില്ലാതെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷേ നമുക്ക് ഒരു ഗുണമുള്ളത്, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവൈലബിളാണ്, എല്ലാവരും ലൊക്കേഷനിലും ഉണ്ട്. അപ്പം ഏത് സീൻ എപ്പോഴും എടുക്കണമെന്ന് വെച്ചാലും നമുക്ക് ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 7 സിനിമകളാണെങ്കിലും അതിനകത്ത് വലിയ രീതിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടാണ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത്. അപ്പം ഇത്തരം പ്രഷറുകളൊക്കെ നേരിട്ട് തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. കമൻറ്റും അതുപോലെ തന്നെ എനിക്ക് വേറെ എന്താ വെച്ചാൽ സിബി പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ശ്രീനിവാസനായിട്ട് ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഒരു പടത്തിനും ഒരു ഫുൾ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതിയിട്ടില്ല. എല്ലാം ഡയലോഗ്സ് ലൊക്കേഷനിൽ നിന്നിട്ട് എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ ഡിസ്കഷൻ ഏകദേശം ഒരു
കുറേ നാളുണ്ടാവും, ഒരു 5-10 മാസമൊക്കെ ഇരുന്ന് ഞങ്ങൾ കഥ ഉണ്ടാക്കി സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം സ്ക്രീൻ പ്ലേ കറക്റ്റായിരിക്കും. 1 ലൈൻ എന്ന് പറയുന്നത് 1 ലൈൻ പക്കയായിരിക്കും. ഈ 1 ലൈൻ വെച്ചിട്ടാണ് ലൊക്കേഷൻ കാണാൻ പോകുന്നതും സോങ് കമ്പോസ് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും 1 ലൈൻ വെച്ചിട്ടായിരിക്കും. സ്ക്രിപ്റ്റ് ഒരു സീൻ പോലും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ശ്രീനിയെ സംബന്ധിച്ചോളം ശ്രീനി ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ഓർമ്മ കാര്യങ്ങളാണ്. ഒരു അന്ന് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പോലും ശ്രീനിയെ ഓർമ്മിക്കായിരുന്നു. നമ്മൾ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ വരും, ഡയലോഗ്സിലെല്ലാം വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഫിഡൻസ് ശ്രീനിയോട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് തകർത്തൊരു സീനുണ്ട്. ഞാൻ ചമ്പക്കുളം തച്ചനാണ്. ചമ്പക്കുളം തച്ചിൽ ഇതേപോലെ 1 ലൈൻ ഉണ്ടായിരുന്നു. ലൊക്കേഷനിലായി സോങ് ഒക്കെ ഇത് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിലെ ആർട്ടിസ്റ്റുകളൊക്കെ എത്തി. ശ്രീനിവാസൻ വേറൊരു പടത്തിൽ ഷൂട്ടിങ് അഭിനയിക്കുന്ന പുള്ളി ഹീറോയിട്ട് അഭിനയിക്കുന്ന പടം, അവിടെ ഹെൽഡപ്പായിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം രാവിലെ ഒരു ഉച്ചയായപ്പോഴാണ് പുള്ളി എത്തിയത്. നല്ല പനിയായിട്ട് വരുന്നത്. അത് കിടന്നുറങ്ങി. എന്നിട്ട് രാത്രി എന്നോട് ചോദിക്കുക, ശ്രീനി നമ്മുടെ പടത്തിൻ്റെ കഥ എന്താണ്? പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയ പടമാണ്. അതിൽ മധുസാറ്, KR വിജയ, രംഭ, അന്ന് രംഭയല്ല അമൃതാമെന്ന പേര്, അവരടക്കം വന്നിരിക്കുകയാണ് പിറ്റേന്ന് കാലത്ത് എടുക്കേണ്ട സീൻ. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ശ്രീനിയുടെ കഥകളെന്നാലും കഥ എന്താണെന്ന് എന്നോട് ചോദിക്കും. ആ ശ്രീനിവാസൻ അന്ന് രാത്രി ഞങ്ങൾ ഇരുന്നിട്ട് ഫുൾ 1 ലൈൻ വായിക്കും. 1 ലൈൻ എൻ്റെ കോപ്പി ഉണ്ട്, ശ്രീനിയുടെ പെട്ടിയിൽ വയ്ക്കേണ്ടു. ഞാൻ ആ കോപ്പി വെച്ചിട്ട് 1 ലൈൻ ഫുൾ വായിച്ച് കഴിഞ്ഞപ്പോൾ ശ്രീനി പറഞ്ഞ സംഭവങ്ങൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ആ കാര്യത്തിൽ സംഭവിക്കുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയതുകൊണ്ടാണ്. ആദ്യത്തെ ദിവസം സോങ്ങിൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തപ്പോൾ സിബിക്കറിയാം, സിബി പല പടങ്ങളും അങ്ങനെ ആയിരിക്കും. സോങ് ആയിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യാം. കാരണം ലോഹിയുടെ സ്ക്രിപ്റ്റ് വരണം. സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സോങ് ആയിരിക്കും മിക്കവാറും ശ്രീനിവാസിൻ്റെയും ലോഹിദാസിൻ്റെ പടങ്ങളുടെ ഷൂട്ടിങ്ങിൽ ഞങ്ങളൊക്കെ ആദ്യം തുടങ്ങുക. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ട്രാക്കിലായതുകൊണ്ടാണ്. പിന്നെ ഒരു ദിവസം പോലും എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒന്നുകിൽ രാവിലെ റൂമിൽ നിന്ന് സീൻ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാരണം പോകുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിന് സീൻ ഉണ്ടാവും ഷൂട്ട് ചെയ്യേണ്ട അന്നത്തെ ദിവസം. അല്ലെങ്കിൽ അന്ന് ലാൽ ജോസും ദിലീപൊക്കെ എൻ്റെ അസിസ്റ്റൻസാണ്. ഇവരായിരിക്കും ഞാൻ ഹോട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സീൻ കൊണ്ട് വരും. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ജഗദീഷിനും പറയാനുള്ള ഇതിനോട് ചേർത്ത് വയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അതിന് കാരണം അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ്. 1 ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, അതിൽ ഇത്ര പേജിൽ ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വയ്ക്കുക. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിൽ പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വയ്ക്കും. അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകൾ ഉണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്ററെ കൊണ്ടും പറ്റില്ല. കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാൻ ഒരു 5 സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടികിട്ടും. ഇത് ഫസ്റ്റ് ഡേ 97ാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസന് കഴിയും. അതേ അവസരത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും. ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല, ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് എന്നല്ലേ ഇത് ക്ലൈമാക്സ് എന്താണ് എനിക്ക് അറിയില്ല. അപ്പൊ ലോഹി അങ്ങനെയാണ്, ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല. ലോഹിക്ക് സീൻ നമ്പർ 2 എഴുതി കൊടുത്തിട്ട് പിന്നെ സീൻ നമ്പർ 61 എഴുതി കൊടുക്കാൻ പറ്റില്ല. 2, 3, 4 അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുള്ളായിട്ട് നാടകം എഴുതും പോലെ ഫുള്ളായിട്ട് അതിൽ എഴുതുന്നതനുസരിച്ച് 5 കഴിഞ്ഞിട്ട് 6 ചിലപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല, വേറെ രീതിയിൽ പോകും. 7 വേറെ രീതിയിൽ പോകും, 8 വേറെ രീതിയിൽ പോകും. ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനില്ല, രണ്ടുപേരും പ്രതിഭകളാണ്. അങ്ങനെ ഞാൻ പെട്ടിട്ടുണ്ട്. അതെ, ഞാൻ ചെങ്കോലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു 22 കിലോമീറ്റർ ദൂരെയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്. അവിടെ ഞാൻ ഷൂട്ടിങ്ങിന് ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ലോഹി ഇന്ന് എടുക്കുന്നത് ജോണി, ലാലും, മോഹൻലാലും ജോണിയും കേട്ടൊരു സീനാണ്. അപ്പോൾ തലേദിവസം പറഞ്ഞ് ജോണി എഴുതി തന്നു. ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ കുളിച്ച് റെഡി പോകാൻ നേരത്ത് അടുത്ത മുറിയിൽ നിന്ന് ലോഹി എഴുതിയ സീനും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ക്യാമറമാൻ വേണുവിൻ്റെ വീട് വരെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ സീൻ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സുരഭി എന്ന് പറയുന്ന കിരിക്കാടൻ ജോസിൻ്റെ മകള് 485 രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയും, ആ കുട്ടി വന്നൊരു 485 രൂപ തന്നിട്ടുണ്ട്. ഈ 485 രൂപയുടെ കണക്ക് എനിക്കറിയില്ല, കാരണം അതിന് മുമ്പത്തെ സീനൊന്നും എടുത്തിട്ടില്ല. ഞാൻ വേണുവിൻ്റെ വീടിൻ്റെ അടുത്തൊരു പൂത്തിച്ചേർന്ന് ലോഹി എന്താണ് 485 രൂപ? ഞാൻ ലാലിൻ്റെ സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ലാലിൻ്റെ അടുത്ത് വെച്ചാൽ എനിക്ക് ഉത്തരവില്ലല്ലോ. അപ്പോൾ ലോഹി പറയും, ഇതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ STD ബൂത്തിൽ ലാൽ ഫോൺ ചെയ്തിട്ട് 500 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി ഇല്ലാത്തത് കൊണ്ട് അത് കയ്യിൽ വെച്ചു വന്നു. അവരെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ്.
പക്ഷെ അവൾക്ക് അഭിമാനം കൊണ്ട് ആ പൈസ കൊണ്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്നത്. ഇങ്ങനത്തെ പെടലുമ്പോഴും മൊബൈൽ ഫോണും ഇല്ല ആ കാലത്ത്. അതെ, പല സിനിമയ്ക്കും ക്ലൈമാക്സ് പിന്നീട് ലാസ്റ്റില് എല്ലാവരും അറിയുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.